എയർപോർട്ടിലേക്ക് ഏകദേശം മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗതയിൽ വരുന്ന വിമാനത്തെ എങ്ങനെയാണ് പിടിച്ചു നിർത്തുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിനായി ഒരു ബോയിങ് 737-800 വിമാനത്തെ എടുക്കാം. ഈ വിമാനത്തിന് ഏകദേശം 70 ടണ്ണും ഇത് ലാൻഡ് ചെയ്യുന്നത് ഏകദേശം 250 to 275 km/hലാണ്. 70 ടണ്ണുള്ള ഈ വിമാനത്തെ 275 km/h നിന്ന് 0 km/hലേക്ക് എത്തിക്കുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു ജോലിയാണ്. അതിനായി ഏകദേശം 1 കിലോമീറ്റർ റൺവേ വേണ്ടിവരും. അതേസമയം മഴക്കാലത്താണെങ്കിൽ അത് 2 കിലോമീറ്റർ വരെ എത്താനും സാധ്യതയുണ്ട്. വിമാനത്തിലെ പ്രധാന ബ്രേക്കിംഗ് ഫോഴ്സ് വരുന്നത് ടയറിൽ നിന്ന് തന്നെയാണ്. എന്നാൽ വിമാനത്തെ കമ്പയർ ചെയ്യുമ്പോൾ വിമാനത്തിൻ്റെ ടയർ വളരെ ചെറുതാണ്. അതിനാൽ അതിൻ്റെ എഫിഷ്യൻസിയും കുറവായിരിക്കും. അതിനാലൊക്കെ വിമാനങ്ങൾ ടയറിലെ ബ്രേക്കിനെ മാത്രമല്ല ആശ്രയിക്കുന്നത്. മറ്റ് പല മെത്തേഡുകൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടാണ് വിമാനത്തെ നിർത്തുന്നത്. അവ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഒന്നാമതായിട്ട് വിമാനം ബ്രേക്ക് ചെയ്യുന്നത് ഫ്ലാപ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. ചിറകിൻ്റെ പിന്നിലായിട്ടാണ് നമുക്ക് ഫ്ലാപ്സ് കാണുവാൻ സാധിക്കുന്നത്. വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ വിമാനത്തിൻ്റെ ചിറകിൻ്റെ കുറുകെ ഈ ഫ്ലാപ്സ് നിൽക്കുന്നു. അങ്ങനെ എയറിനെ റെസിസ്റ്റ് ചെയ്യുകയും വിമാനത്തിൻ്റെ ത്രസ്റ്റ് കുറയ്ക്കുകയും ചെയ്യുന്നു. 1 മുതൽ 40 വരെയാണ് സാധാരണയായി ഫ്ലാപ്പ് പൊസിഷൻസ് ഉള്ളത്. ഫ്ലാപ്സ് 40-ൽ സെറ്റ് ചെയ്യുമ്പോഴാണ് വിമാനത്തിന് മാക്സിമം ബ്രേക്കിംഗ് ഉണ്ടാകുന്നത്. എന്നാൽ വിമാനം പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലാപ്സ് 1-ലായിരിക്കും. വിമാനം ലാൻഡ് ചെയ്യുന്ന സമയമാകുമ്പോൾ അത് 30-ലേക്കും 35-ലേക്കും 40-ലേക്കും ഇടുന്നു. അങ്ങനെ കൂടുതൽ ബ്രേക്കിംഗ് കിട്ടുകയും ചെയ്യുന്നു. രസകരമായ കാര്യം എന്തെന്നാൽ ഈ ഫ്ലാപ്സ് തന്നെയാണ് വിമാനത്തെ പറന്നുയരുവാനും സഹായിക്കുന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഫ്ലാപ്സ് 5-ലാകും ഉണ്ടാകുക. അപ്പോൾ ഫ്ലാപ്സിൻ്റെ വീതി കൂടുകയും വിമാനത്തിൻ്റെ ഫ്ലാപ്സിന് ഒരു ചെറിയ ചരിവുണ്ടാക്കുകയും ചെറിയ സ്പീഡിൽ തന്നെ വിമാനത്തെ ടേക്ക് ഓഫ് ചെയ്യാനും സഹായിക്കുന്നു. ലാൻഡ് ചെയ്യുന്ന സമയമാകുമ്പോൾ അത് എയറിൽ വെച്ച് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ വിമാനത്തിൻ്റെ ആദ്യത്തെ ബ്രേക്കിംഗ് സിസ്റ്റം ആക്റ്റീവ് ആകുകയും ചെയ്യുന്നു. രണ്ടാമതായി വിമാനത്തിൻ്റെ വേഗത കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് സ്പീഡ് ബ്രേക്കുകളാണ്. വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ വിമാനത്തിൻ്റെ ചിറകിൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഫ്ലാപ്സിനെ വിളിക്കുന്നതാണ് സ്പീഡ് ബ്രേക്സ് എന്ന്. വിമാനം പറന്നുകൊണ്ടിരിക്കുമ്പോഴും വിമാനത്തിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫ്ലാപ്സിനെ പോലെ ഇതും വിമാനത്തിലേക്ക് വരുന്ന കാറ്റിനെ എതിർത്ത് നിന്ന് വിമാനത്തിൻ്റെ സ്പീഡ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ലാൻഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ സ്പീഡ് ബ്രേക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ അത് സെൻസ് ചെയ്യുകയും സ്പീഡ് ബ്രേക്കുകൾ ഓട്ടോമാറ്റിക്കായി ഡിപ്ലോയ് ആവുകയും ചെയ്യുന്നു. ഇതിനെ ഗ്രൗണ്ട് സ്പോയിലർ എന്നും വിളിക്കാറുണ്ട്. സ്പോർട്സ് കാറിൻ്റെ പുറകിലുള്ള സ്പോയിലറിൻ്റെ ജോലിയും ഇത് ചില സമയത്ത് എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഗ്രൗണ്ട് സ്പോയിലർ എന്ന് വിളിക്കുന്നത്. ഇതെല്ലാം എഫക്റ്റീവ് ആവുന്നത് വിമാനം കൂടുതൽ വേഗത്തിൽ പോകുമ്പോഴാണ്. എന്നാൽ വിമാനത്തിൻ്റെ വേഗത കുറയുമ്പോൾ എന്ത് ചെയ്യും? അവിടെയാണ് വിമാനത്തിൻ്റെ എഞ്ചിന് പ്രാധാന്യം വരുന്നത്. ആവശ്യത്തിനധികം പവർ വിമാനത്തിൻ്റെ എഞ്ചിനുണ്ട്. അങ്ങനെയാണെങ്കിൽ വിമാനത്തിൻ്റെ എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിമാനത്തെ നിർത്തുവാൻ സാധിക്കും. വിമാനം മുൻപിലേക്ക് കുതിക്കുന്ന കാരണം അതിൻ്റെ എഞ്ചിൻ കൊടുക്കുന്ന ഫോർവേഡ് ത്രസ്റ്റാണ്. ഇതേ ഫോർവേഡ് ത്രസ്റ്റ് പുറകിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് റിവേഴ്സ് ത്രസ്റ്റ് ആകും. അങ്ങനെ വിമാനത്തെ നിർത്തുവാൻ സാധിക്കുകയും ചെയ്യുന്നു. പഴയ കാലഘട്ടങ്ങളിൽ വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ ബാക്കിൽ ഒരു ഷീൽഡ് പോലെ ഒരു കവറിങ് കൊണ്ടുവരികയും ഫ്രണ്ടിൽ നിന്ന് വരുന്ന എയറിനെ അതേ ഫോഴ്സിൽ തന്നെ തിരിച്ച് ഫ്രണ്ടിലോട്ട് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിമാനത്തിൻ്റെ സ്പീഡ് കുറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം ഇന്ന് കാണുന്ന വിമാനങ്ങളുടെ റിവേഴ്സ് ത്രസ്റ്റ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയല്ല. പകരം എഞ്ചിനിലെ പാതി ഭാഗം വെച്ച് പുറകിലോട്ട് പോകുകയോ അല്ലെങ്കിൽ ആ ഭാഗം വെച്ച് അത് തുറക്കുകയോ ചെയ്യുന്നു. അതുവഴി റിവേഴ്സ് ത്രസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. വിമാനത്തിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിലെ ഏറ്റവും എഫക്റ്റീവ് ബ്രേക്കിംഗ് ആണ് റിവേഴ്സ് ത്രസ്റ്റ്. പ്രത്യേകിച്ച് മഴയുള്ള കാലഘട്ടങ്ങളിൽ വീൽ ബ്രേക്കിങ്ങിനേക്കാൾ എന്തുകൊണ്ടും പ്രാധാന്യം റിവേഴ്സ് ത്രസ്റ്റിന് തന്നെയാണ്. കാരണം മഴയുള്ള കാലഘട്ടങ്ങളിൽ റൺവേയിൽ വെള്ളം കിടക്കുകയും ഫ്രിക്ഷൻ കുറവാകുകയും ചെയ്യുന്നു. അടുത്തതായി ആക്ടിവേറ്റ് ആവുന്ന ബ്രേക്കാണ് വീൽ ബ്രേക്കിംഗ്. വിമാനത്തിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ഏറ്റവും അവസാനമായിട്ട് ആക്ടിവേറ്റ് ആവുന്നതും വീൽ ബ്രേക്കിംഗ് തന്നെയാണ്. വീൽ ബ്രേക്കിങ്ങിനായി നമ്മുടെ വാഹനങ്ങളിൽ കാണുന്ന പോലെ പെഡലുകളുണ്ട്. എന്നാൽ പൊതുവെ പൈലറ്റ് അത് ഉപയോഗിക്കാറില്ല. കാരണം വിമാനങ്ങളിൽ ഓട്ടോ പൈലറ്റ് എന്ന സ്വിച്ച് ഓൺ ആക്കുകയും അവ തന്നെ ബ്രേക്ക് അമർത്തുകയാണ് പതിവ്. എന്നാൽ ആവശ്യ സാഹചര്യങ്ങളിൽ ക്യാപ്റ്റനും കോ പൈലറ്റും പെഡൽ അമർത്തി തന്നെയാണ് വീൽ ബ്രേക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നത്. കാറുകളിൽ കാണുന്ന പോലെ ഡിസ്ക് ബ്രേക്ക് അല്ല വിമാനങ്ങളിലുള്ളത്. പകരം പല ഡിസ്കുകൾ അടുക്കി വെച്ചാണ് വിമാനത്തിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. വിമാനത്തിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ഏറ്റവും കുറച്ച് എഫക്റ്റീവ് ആവുന്നതാണ് വീൽ ബ്രേക്ക്. മാത്രമല്ല വിമാനത്തിൻ്റെ ഫ്രണ്ട് വീലുകളിൽ ബ്രേക്കിംഗ് സിസ്റ്റം ഇല്ലാതാനും. അപ്പോൾ ഇങ്ങനെയാണൊരു വിമാനം നിർത്തുന്നത്. പല മെത്തേഡ്സിലുള്ള ബ്രേക്കിംഗ് സിസ്റ്റം ഒരേ സമയം ഒരുപോലെ എഫക്റ്റീവ് ആയാലേ വിമാനത്തെ നിർത്തുവാൻ സാധിക്കുള്ളൂ.
പുതിയൊരു ഏവിയേഷൻ വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും ഗുഡ് ബൈ.